ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ സഹനം, മരണം, ഉത്ഥാനമാണല്ലോ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായ ആത്മീയത. യേശു ശബ്ദകോലാഹലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മരുഭൂമിയിൽ ദൈവത്തോടു കൂടി 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു. കൂടുതൽ ആത്മീയ ഉണർവോടെ തിരിച്ചു വന്ന് പീഡാനുഭവങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉത്ഥാനത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ നോയമ്പ് കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്നത്. ദൈവത്തോടൊപ്പം ആയിരിക്കാനും ദൈവം നമ്മിൽ നിക്ഷേപിച്ച മാനുഷികതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകുവാനുമുള്ള സമയമാണ് ഈ വലിയ നോയമ്പ്. കൂടുതൽ സമയം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഉപവിപ്രവർത്തനങ്ങളിലും മുഴുകി ക്രൈസ്തവ ചൈതന്യം നമ്മിൽ ഊട്ടി ഉറപ്പിക്കുവാനുള്ള സമയം. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംദാന പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, സ്വർഗരാജ്യം നമ്മിൽ സംജാതമാകണമെങ്കിൽ നമ്മുടെ മനസ്സിന് അന്തരമുണ്ടാകണം, മാറ്റമുണ്ടാകണം. നമുക്ക് നാം തന്നെ മതി എന്നൊക്കെയുള്ള ചിന്തകളെ അവസാനിപ്പിച്ച് സ്വാർത്ഥതയുടെ ചങ്ങലകൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ അകത്തിൽ നിന്നും പുറത്തിറങ്ങി ദൈവത്തിലേക്കും ചുറ്റുമുള്ളവരിലേക്കും നടന്നെടുക്കുവാൻ നമുക്ക് കഴിയണം. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ കടമെടുത്താൽ, പാവപ്പെട്ടവരുടെ സഹനങ്ങളെ സ്വന്തം കരങ്ങൾ കൊണ്ടും കണ്ണുനീരുകൊണ്ടും സ്പർശിക്കുവാൻ മാത്രം നമ്മൾ വളരണം. നമ്മുടെ ദാനധർമ്മങ്ങൾ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവങ്ങളായി മാറണം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുവാനും ദൈവാനുഭവത്തിൻ്റെ പ്രഭ പരത്തുവാനും ഈ നോയമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.